ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ ചുരിദാറിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് ഞാൻ തീർത്തും ഉറപ്പ് പറഞ്ഞുതരാം. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ ചുരിദാറിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയുന്നതാണ്. അത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ് കേട്ടോ. അപ്പം ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ചുരിദാറിൻ്റെ ബിറ്റാണ്. നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറിൻ്റെ ബിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതിൽ കാണിക്കണ പോലെ ആദ്യം ലൈനിങ് രണ്ടായി വീതിയിൽ മടക്കിയ ശേഷം പിന്നെ രണ്ടായിട്ട് വിഡ്ത്തിൽ മടക്കിയിട്ടോ. ആദ്യം വീതിയിൽ മടക്കി പിന്നെ നീളത്തിൽ മടക്കി. ഈ ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 47 ആണ്. എല്ലാ അളവും ഞാനിതിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് കൊടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണ് ലൈനിങ്ങിന്. കാരണം ഇത് ലൈനിങ് ഇത്തിരി സ്ലീവിന് കുറവായിട്ടാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാണ് ഞാൻ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേലടിക്കണ തുണിയൊന്നുമല്ല, കുഴപ്പമില്ല, ഒന്ന് ശരീരത്തിൽ കൊട്ടിക്കാതെക്കാൻ വേണ്ടി. അപ്പോൾ കറക്റ്റായിട്ട് ആ 40 ഇഞ്ച് നെറുഭാഗത്ത് തായ് ഭാഗത്തുനിന്ന് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡ് നെറുക്ക് വരണം. കാരണം നമുക്ക് സ്ലീവിന് എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തുനിന്ന് അടയാളപ്പെടുത്തിയ ശേഷം ഷോൾഡർ വരുന്നത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ പാതി ഷോൾഡർ അടയാളപ്പെടുത്തി. ഒരു 7.25 ആണ് ഷോൾഡർ അടയാളപ്പെടുത്തിയത്. ആം ഹോള് 7.5 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അവിടുന്ന് നേരെ ആ 7.5 നമ്മൾ നേരെ ജസ്റ്റ് ഒരു ലൈന് കറക്റ്റായിട്ട് ഇട്ട ശേഷം അവിടെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഇതിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു വീഡിയോ കാണലോടുകൂടി ചുരിദാറിൻ്റെ ഫുൾ ആൻഡ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് 7.5 നെക്കിൻ്റെ അവിടുന്ന് അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റായിട്ടൊരു ലൈനിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചെസ്റ്റ് വരുന്നത് 39 ഈ 39 എങ്ങനെ 4 ആക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ടേപ്പിനെ കറക്റ്റായിട്ട് നടുമടക്കുമ്പോൾ പിന്നെ അതിനൊന്നുകൂടി നടുമടക്കുക. അപ്പോൾ 4 ആവും. 9.25 കിട്ടിയിട്ടുള്ളത്. അതിൽ 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. ആദ്യം 9.25 അതിക്ക് 1 ഇഞ്ചും കൂട്ടിയിട്ട് 10.25 നമ്മൾ അടയാളപ്പെടുത്തുക. ആ 10.25 1 ഇഞ്ച് ലൂസും അടയാളപ്പെടുത്തുക കേട്ടോ. അങ്ങനെയാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായാലോ? 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. നിങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് ഡൗട്ടുള്ളൂല്. പിന്നെ വരുന്നത് ഹിപ്പിൻ്റെ ലെങ്ത്താണ്. അത് 20. അപ്പോൾ 20.5 കൊടുത്ത് ഹിപ്പിൻ്റെ ലെങ്ത്ത്, അതായത് നമ്മളെ വയറിൻ്റെ അവിടുത്തത് കേട്ടോ, 20. അപ്പോൾ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നെറൂല് ഷോൾഡർ അടിക്കാനുള്ളതാണ്. ഹിപ്പിൻ്റെ റൗണ്ട് വരുന്നത് 43.5 അതിനെ പകുതിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതേപോലെ ടേപ്പ് മടക്കിയിട്ടാണ് ഞാൻ എടുക്കൽ. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും അധികം പോകുകയല്ലാതെ നമുക്കൊരു എളുപ്പം വേണം. അപ്പോൾ 10.25 കിട്ടി. 10.25ക്ക് 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടണം കേട്ടോ. 10.9 ഉള്ളത് 11.9 അടയാളപ്പെടുത്തി. പിന്നെ 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ചെസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും ഇടയിൽ വരുന്നത് 13 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ പകുതി 6.5. ആ 6.5ക്ക് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നോക്കിയാൽ 14.5 കിട്ടുക. ആ 14 ഈ 6.5 ഏകദേശം ചെറിയ വ്യത്യാസത്തിൽ ഒരു സ്ഥലത്ത് തന്നെ വരിക. അത് ഇതിൻ്റെ ഒരു ലോജിക്കായിട്ടുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ ഈ വേസ്റ്റ് റൗണ്ട് ഇനി വരുന്നത് 35. ഈ 35നെ 4 വരുന്നത് 8.25 പ്ലസ് 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും. 8.25 വരുന്നത്. 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി. എന്നിട്ട് ചെയ്യേണ്ടത്, ഞാനിത് ഷേപ്പിൻ്റെ സ്കെയിലാണ്. ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് വരച്ചെടുക്കണത് കേട്ടോ. ആദ്യം സ്കെയിലിൻ്റെ നിർഭാഗം വെച്ചിട്ട് പിന്നെ താഴ്ഭാഗം വെച്ചിട്ട് താഴത്തേക്ക് ഹിപ്പിൻ്റെ അവിടേക്കും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടോ. ഇനി ഓപ്പണിൻ്റെ ലെങ്ത്ത് വരുന്നത് 25. സാധാരണ ഹിപ്പിൻ്റെ അവിടെയാണ് അധികം ആൾ ഓപ്പൺ കൊടുക്കുക. ഈ ആൾക്ക് കുറച്ച് ഇറക്കിയിട്ട് മതി ഓപ്പൺ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് 25 ഓപ്പൺ വരുന്നത്. അപ്പോൾ അതേ ആ 25 തന്നെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. 1/2 ഇഞ്ച് ഏറെയൊന്നും ശരിക്ക് ഓപ്പണ് വേണ്ടത് 25 25.5 നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ചു പോവും. പക്ഷേ ഇയാൾക്ക് ഈ 25 അത്ര മതി, 24.5 മതി, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ അതൊന്ന് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ വ്യത്യാസം ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം അത് ഞാനവിടെ മാറ്റി അടയാളപ്പെടുത്തിയിട്ടോ. കാരണം ഹിപ്പിൻ്റെ അവിടെ നിന്നാണ് സാധാരണ എല്ലാവർക്കും കൊടുക്കൽ. പക്ഷേ ഇയാൾക്ക് കുറച്ച് താത്തിയിട്ട് വേണമെന്നുള്ളതുകൊണ്ടാണ് ആദ്യം ഹിപ്പ് അടയാളപ്പെടുത്തി പിന്നെ ഓപ്പണ് അങ്ങോട്ട് അടയാളപ്പെടുത്തിയെടുത്തത് കേട്ടോ. അതിന് ശേഷം താഴ്ഭാഗത്ത് ലെങ്ത്ത് ഈ ഹിപ്പിൻ്റെ അവിടെ എത്രയാണോ വിടുത്ത് വന്നിട്ടുള്ളത് അതേ കറക്റ്റ് താഴ്ഭാഗത്തും
അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ച്. അടുത്തതായിട്ട് ആം ഹോളാണ് അടയാളപ്പെടുത്തുന്നത്. ആം ഹോൾ ഞാൻ ആം ഹോൾ കർവ് വെച്ച്, സാധാരണ എനിക്ക് കൈ വെച്ച് നല്ല റെഡിക്ക് വരക്കലറിയാം, പക്ഷേ ഇത് നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു ആം ഹോൾ കർവ് ഉണ്ട്, ഇത് വാങ്ങിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആം ഹോൾ ചെയ്യാൻ കഴിയും. ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആം ഹോൾ കർവ് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം നമ്മൾ ഏഴര കൊടുത്തില്ലേ, അതിനെ നേരെ നടുവാണ് മടക്കുക, എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തുക. അതിൻ്റെ പകുതിയിലാണ് ആം ഹോളിൻ്റെ ഇത് തുടങ്ങേണ്ടത്. പിന്നെ നെറുഭാഗത്തൊരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ അതായത് നമ്മൾ ലൂസിനല്ല, അതായത് തയ്യൽ തുമ്പിനിട്ടില്ലേ അയിമലും തട്ടണം, ഈ നെറുവിലിട്ട് 1/2 ഇഞ്ചുമേലും തട്ടണം, ആ മുകളിനെ പകുതിയാക്കി അവിടെയും തട്ടണം സ്കെയിൽ. ഇതുപോലെയും വെക്കരുത്, ഇതുപോലെ സ്കെയിൽ വെക്കരുത്. കറക്റ്റായിട്ട് ഈ 1/2 ഇഞ്ച് ഇങ്ങോട്ട് തള്ളിയിട്ടും നിൽക്കണം, ഈ 1/2 ഇഞ്ച് ലൂസുമ്മലും നിൽക്കണം. ഇത് പറയണത് മനസ്സിലാവണില്ലെങ്കിൽ നന്നായിട്ട് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ സ്കെയിൽ വെച്ച രംഗം നോക്കിയാൽ ഇത് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് അവിടെ വരച്ചു കൊടുത്താൽ ബാക്ക് ആം ഹോള് കറക്റ്റായിട്ട് റെഡി ആയിട്ട്. ഇനി ഒരു 1/2 ഇഞ്ച് മുന്നിൽ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ തന്നെ കറക്റ്റായി വെച്ച ശേഷം അവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഇത് ഫ്രണ്ട് ആം ഹോളാണ് കേട്ടോ. ഒന്ന് ഫ്രണ്ട് ആം ഹോളുമാണ്, ആദ്യം വരച്ചത് ബാക്ക് ആം ഹോളും പിന്നെ വരച്ചത് ഫ്രണ്ട് ആം ഹോളും. ഇപ്പം കറക്റ്റായിട്ട് ഇതിൻ്റെ മാർക്കിംഗ് എല്ലതും കഴിഞ്ഞ്. ഇനി നെക്കാണുള്ളത്. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, അപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇനി ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഷോൾഡർ സ്ലോപ്പ് ഞാൻ കൊടുത്തിട്ടില്ല, അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൊടുക്കും കേട്ടോ. അത് ഞാൻ ഇതിൽ വിട്ടുപോയതാണ് കാണിക്കാൻ. അപ്പോൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബാക്ക് ആം ഹോളെ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ഒരു കാരണവശാലും മറന്ന് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എപ്പോഴും നമ്മൾ ലൈനിങ് മേലെ കട്ടിങ് പാടുള്ളൂ കേട്ടോ. ഫസ്റ്റ് എന്തെങ്കിലും പേവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തിയെടുക്കാൻ കഴിയും. നല്ല തുണി വെട്ടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ അതുപോലെ തന്നെ നടുഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ഓപ്പണിൻ്റെ വര വെച്ച് കൊടുത്ത് ഒരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ 4 ക്ലോത്തിലും ആ നോച്ച് വെക്കും. അപ്പോൾ തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ ഓപ്പൺ നമുക്ക് മാറി പോകാതെ സ്റ്റിച്ച് ചെയ്യാനും സാധിക്കും കേട്ടോ, കറക്റ്റ് സ്ഥലത്ത്. അപ്പോൾ ഇതിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ലൈനിങ് കട്ടിങ് കഴിഞ്ഞ്. ഇനി ഇതിൻ്റെ നല്ല തുണിയാണ്, അതായത് മെയിൻ ക്ലോത്താണ് കട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ്. ആദ്യം ഇതിൻ്റെ ഒരു ഭാഗത്ത് തായ് ഭാഗത്തും വരുന്നുണ്ട് ഫ്രണ്ടിൻ്റെ, അതേപോലെ തന്നെ ബാക്കിൻ്റെ തായ് ഭാഗം വരുന്നത് ഈ ക്ലോത്തിൻ്റെ നെറുഭാഗത്തുമാണ്. കണ്ടല്ലോ, സാധാരണ 2 ക്ലോത്തിൻ്റെ തായ് ഭാഗത്ത് വരുന്നതിന് പകരം ഇതിൻ്റെ നെറുഭാഗത്താണ് തായ് ഭാഗം വന്നത്, നടുവിലാണ്. ബാക്ക് ഭാഗത്തിൻ്റെ അടിഭാഗം വന്നിട്ടുള്ളത് നടുവിലാണ്. അപ്പോൾ ആദ്യം ഇത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തെടുത്ത് പതിപ്പം കണ്ടോ, ചെറുതായിട്ട് ഇവിടെ ഒരു കോമ്പിട്ട് വന്നിട്ടുണ്ട് ഈ ക്ലോത്തിന് ഓല പ്രിൻറ്റിങ്ങിൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷേപ്പാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കോമ്പട്ട് വരുമ്പോൾ ചില തുണികൾക്കൊക്കെ ഇങ്ങനെ കോമ്പട്ട് ഉണ്ടാവും. ഒത്തിരി തുണികളുടെ കയ്യിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അങ്ങനത്തെ തുണികൾ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് റെഡി ആക്കുക എന്നുള്ളത് കൂടി പറഞ്ഞു കേട്ടോ. അപ്പം ശരിക്കും ഇതിൻ്റെ ചീത്ത ഭാഗം ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. എനിക്ക് ഇടത് പാസ്സായത് കൊണ്ട് മാത്രം ഞാൻ പിന്നെ വരകളൊക്കെ ഞാൻ ലൈനിങ്ങിൽ വരച്ചതുകൊണ്ട് നല്ല ഭാഗം ഇട്ടിട്ടാണ് ഞാൻ ഈ ക്ലോത്ത് മടക്കിയിടുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, ചീത്ത ഭാഗം ഇട്ടിട്ട് മാത്രമേ ക്ലോത്തിൽ വരക്കാവൂ. ചോക്കിൻ്റെയും കാര്യങ്ങളൊക്കെ വര അതിൽ വികും. അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് പറയണത് കേട്ടോ. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് ഇടത് ഭാഗം പാസ്സായത് കൊണ്ട് മാത്രം ഈ ഭാഗം ഇങ്ങനെ നല്ല ഭാഗം ഇട്ടത് കേട്ടോ. ഇത് മുകൾക്കിടുമ്പോഴാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വരുന്നത് സ്ലീവിൻ്റെ ഡിസൈനാണ് കേട്ടോ. ടോപ്പ് ഇത്ര മാത്രമേ വരുന്നുള്ളൂ, ബാക്കി ഈ സൈഡിൽ വരുന്നത് സ്ലീവിനുള്ള ഡിസൈനാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നേരെ ഈ ലൈനിങ് ഒന്നെടുത്തിട്ടാണ് വെച്ചായിട്ട് വരച്ച് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ മുന്നേ ഇതിൻ്റെ തായ് ഭാഗം ഫിനിഷിംഗ് ആണ് ഈ ക്ലോത്തിൻ്റെത്. ലൈനിങ്ങൊക്കെ നമ്മൾ കറക്റ്റ് അല്ലേ, ലൈനിങ് ഫുള്ള് കിട്ടൂലേ എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ മടക്കിയിട്ടിട്ട് കേട്ടോ. തായ് ഭാഗം ഫുള്ള് ഫിനിഷിങ് ആയതുകൊണ്ട് എനിക്കിനി തായ് ഭാഗം സ്റ്റിച്ച് ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 47 ആണ്. അപ്പോൾ ഈ തായ് ഭാഗത്ത് ഫിനിഷിങ് കാരണം അവിടെ 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് തായ് ഭാഗത്തേക്ക് മടക്കിയെടുക്കാൻ കൊടുക്കേണ്ടത്. നെറുക്കാരിയോ അങ്ങനെ 1.5 ഇഞ്ചാണ് ചുരിദാറിന് തയ്യൽ തുമ്പിടുക. തായ് ഭാഗം ഫിനിഷിങ് ആയതുകൊണ്ട് ഈ 47ക്ക് 1/2 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പിൻ്റെ ആവശ്യമുള്ളൂ. അതെവിടേക്കാണെന്ന് ചോദിച്ചാൽ, ആ തയ്യൽ തുമ്പ് വരുന്നത് ഷോൾഡർക്കാണ് കേട്ടോ. അപ്പോൾ ഷോൾഡറിൽ മാത്രം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട ശേഷം അവിടെ ഞാനൊരു ലൈന് വരച്ച് കൊടുത്ത്, അതിന് ശേഷം കറക്റ്റായിട്ട് ലൈനിങ് എടുത്തിട്ട് കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റായിട്ട് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. കറക്റ്റാണ് തുണി. ആ അടിഭാഗത്തേക്ക് മടക്കിയെടുക്കാനുള്ളത് മാത്രം വിടാനുള്ള ആ തുണി നെറുവിലുള്ളൂ, പക്ഷേ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഈ ലൈനിങ് തായ് ഭാഗമല്ല കറക്റ്റാക്കി കൊടുക്കേണ്ടത്, ഇത് നെറുഭാഗമാണ്. കാരണം നെറുഭാഗത്തു നിന്നാണ് നമ്മൾ കറക്റ്റായിട്ട് ഏറുള്ളത് വരേണ്ടത് തായ് ഭാഗത്തേക്കാണ്. അപ്പോൾ നല്ല കറക്റ്റ്
കറക്റ്റായിട്ട് ലൈനിങ് പ്ലേസ് ചെയ്യുക. ചിലപ്പോൾ മിനുങ്ങി പോണ തുണിയൊക്കെയാണ് വെച്ചെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കണം. ഇത് നല്ല കോട്ടൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ആവശ്യമൊന്നും വന്നില്ല. പക്ഷേ ക്ലോത്ത് നല്ല ഇതാണ്. അപ്പം ഞാൻ കറക്റ്റായിട്ട് അതിനെ ട്രേസ് ചെയ്താണ്ടെടുത്ത് നേരെ കട്ട് ചെയ്തെടുത്തിട്ടോ. ഇത്രയേ ഉള്ളൂ ഒരു ചുരിദാറിൻ്റെ കട്ടിങ്. കണ്ടല്ലോ. ഇനി നെറുഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കുക നടുവിൽ. അതോടുകൂടി ഫ്രണ്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ്. ഇനി ബാക്ക് ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് കേട്ടോ ബാക്ക് വരുന്നത്. ഇതേപോലെ ബാക്കിൻ്റെ ക്ലോത്ത് നെറുഭാഗത്ത് വന്നുകൊണ്ട് തന്നെ അത് തായ് ഭാഗത്തേക്ക് ഇട്ട് ചെയ്യുമ്പം എനിക്ക് സുഖമായി. ഞാനിപ്പോൾ മടക്കിയിടുന്നത് നല്ല ഭാഗമല്ല, ചീത്ത ഭാഗം വെച്ചിട്ടാണിത് മടക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ, നല്ല ഭംഗി, നല്ല ഭാഗം തന്നെയാണ് ഇത് മടക്കിയായിട്ട് വെച്ചത്. അപ്പോൾ ഇതിൽ ലെങ്ത്ത് ഞാൻ ചെക്ക് ചെയ്ത് ഇത് വെച്ചിട്ട്, അപ്പം ഇതിന് 1.5 ഇഞ്ച് ബാക്ക്, ഫ്രണ്ടിന് 1/2 ഇഞ്ചേ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളൂ. പക്ഷേ ബാക്കിന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അത് ഇതിൽ പ്രത്യേകം പറയാൻ കാരണം ബാക്കിൽ തായ് ഭാഗം ഫിനിഷിംഗ് അല്ല. ഇത് നേരെ നമുക്ക് വെട്ടിയല്ലോ ഫ്രണ്ട് ഭാഗം, അത് വെച്ചിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ 1 ഇഞ്ച് 1 ഇഞ്ച് തായ് ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കണം. എന്നിട്ട് ആ വരൻ്റെ നെറുക്കാണ് നല്ല ഭാഗം ബാക്ക് വെച്ചത് കാണിക്കേണ്ടി കേട്ടോ. കണ്ടല്ലോ, ഇതാണ് ആ 1 ഇഞ്ച് ഞാൻ വിട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്ഥലം അവിടെ ഒരു കോമ്പിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ ഫിനിഷിങ് ചെയ്തെടുക്കണം കേട്ടോ. അതും ഞാനിതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് റെഡി ആക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് പ്രത്യേകം പറയണേ, മുന്നിൽ 1/2 ഇഞ്ചാണ് ലെങ്ത്തിന് തയ്യൽ തുമ്പിട്ടത്, ബാക്കിൽ 1.5 ഇഞ്ച് ഇടുന്നുണ്ട്. ആ 1.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് ഓൾറെഡി ഫ്രണ്ടുമ്മലുണ്ട്, പക്ഷേ ആ 1 ഇഞ്ച് ഫ്രണ്ടുമ്മലില്ല. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മൾ വരച്ചു കൊടുത്തുനിന്ന് വെച്ച് നോക്കുമ്പം ലെങ്ത്ത് കറക്റ്റല്ല. അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇതിന് ലെങ്ത്ത് കറക്റ്റല്ല. കാരണം ഇതിൻ്റെ തായ് ഭാഗത്തൊരു മടക്കിയടി ഉണ്ടായിന്. അപ്പോൾ നമ്മൾ വേഗം എന്താ ചെയ്യേണ്ടത്, ആ മടക്കിയടി അങ്ങോട്ട് കഴിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ കഴിച്ചെടുത്തത്. അപ്പോൾ ഏകദേശം 1.25 ഇഞ്ചോളം എനിക്ക് എക്സ്ട്രാ കിട്ടി. ആ 1 ഇഞ്ചിൻ്റെ പോരായി അവിടെ ഉള്ളതിന്, അപ്പോൾ 1.25 ഇഞ്ച് എക്സ്ട്രാ കിട്ടി. അപ്പോൾ അതൊന്ന് അയൺ ചെയ്തെടുത്ത്, എങ്ങനെ മടക്കം എന്തുണ്ടെങ്കിലും അയൺ ചെയ്തിട്ട് കട്ട് ചെയ്യാവൂ, അല്ലാഞ്ഞാൽ കട്ടിങ്ങിൽ നല്ല വ്യത്യാസങ്ങൾ വരും. എപ്പോഴും ഈ ക്ലോത്ത് ഞാൻ അയൺ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടത്. അത് ഞാൻ പറയാൻ ആദ്യം മറന്നിട്ടുണ്ട്, അയൺ ചെയ്യുന്നത് കാണിച്ചിട്ടുമില്ല. അത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഞാൻ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത ശേഷം ഇതൊന്നുകൂടി കറക്റ്റ് ആക്കിയിട്ട് തായ് ഭാഗത്ത് 1 ഇഞ്ച് ഞാൻ മടക്കിയെടുക്കാനുള്ളത് ഞാനൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നെറുക്കാണ് ഈ ഫ്രണ്ട് പാർട്ട് വെച്ചത് ഞാൻ വെക്കണത് കേട്ടോ. കണ്ടല്ലോ, കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത്. ഇത് നന്നായിട്ട് നമ്മൾ കറക്റ്റ് ആക്കണം, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ കട്ടിങ് നന്നായി ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ സ്റ്റിച്ചിങ് നമുക്ക് നല്ല ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. നേരെ ട്രേസ് ചെയ്യുക, കട്ട് ചെയ്യുക, അത്രേ പണിയുള്ളൂ. കാരണം ലൈനിങ്ങുമിൽ നമ്മൾ കൃത്യമായി വെച്ച് അത് ഫ്രണ്ട് കൃത്യമായി വെട്ടിയപ്പം അതേപോലെ കൃത്യമായിട്ട് വെട്ടി നെറുഭാഗത്തൊരു നോച്ചോട്ട് ഫ്രണ്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്തത് സ്ലീവ്. അത് കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി ഈ വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാൻ കഴിയണില്ല. ഇനി നമ്മളതിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 2 സൈഡിലുമായിട്ടാണ് ഡിസൈൻ കിടക്കണം, ഒന്ന് ബാക്ക് ഭാഗത്തും ഒന്ന് ഫ്രണ്ട് ഭാഗത്തും. അപ്പോൾ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് ആദ്യം ഒരു പീസ് 2ആയിട്ട് മടക്കിയിട്ട് നേരെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഇത് നമ്മൾ നന്നായിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കണം എപ്പോഴും കേട്ടോ കട്ടിങ്ങിന് ഒരുങ്ങുമ്പോൾ. അതുപോലെ തന്നെ ഈ സ്ലീവിന് ലൈനിങ് കൊടുക്കണില്ല, കാരണം ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ സ്ലീവിന്. അതേപോലെ ഇതിന്മേൽ ലേസ് ഉണ്ട് തായ് ഭാഗത്ത് ഒരു ഭാഗത്ത്. അപ്പോൾ ആ ലേസ് നേരെ നമ്മൾ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ചും ഉണ്ട്, ആ സ്റ്റിച്ചും കഴിച്ച് ഒഴിവാക്കുക. അതിന് ശേഷം അതൊന്ന് നിർത്തിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. കാരണം അയൺ ചെയ്യാതെ ഒരു കാര്യങ്ങളും നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്, അത് സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ്ങിൽ നന്നായി ബാധിക്കും കേട്ടോ. അപ്പോൾ ഇത് അയൺ ചെയ്തെടുത്തതാണ്. ഇനി ഇതേപോലെ നേരത്തെ മടക്കിയിട്ട പോലെ തന്നെ 2 ഭാഗം പോലെ ഇത് ഒരു സ്ലീവ് ആദ്യം നമ്മൾ മടക്കിയിട്ട് ഇത് 2ാമത്തെ സ്ലീവ്, 2 സ്ലീവും മടക്കിയിട്ടാണ്. ഇതിന് നടുവിൽ ഒരു ജോയിൻറ്റ് വരും കേട്ടോ. അത് നന്നായി ശ്രദ്ധിക്കണം, കാരണം ഇതിനൊരു ജോയിൻറ്റ് വരുന്നുണ്ട്. അതാണിത് പകുതിയായിട്ട് വരുന്നുണ്ട്. 2 സ്ലീവും നേരെ വന്നുകൊണ്ട് ഇതിന് ചെറിയൊരു ജോയിൻ്റ് ആണ്. അത് നല്ലോണം ശ്രദ്ധിക്കണം. അതേപോലെ വെക്കുമ്പോഴൊക്കെ അത് കറക്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണേ.
ഇതുപോലെ ഇതൊക്കെ കറക്റ്റ് ആക്കി കൊടുത്ത് ഇനി സ്ലീവ് അടയാളപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 19 അപ്പം 19ക്ക് 1 ഇഞ്ച് താഴ് ഭാഗത്തിനും 1 ഇഞ്ച് അര ഇഞ്ച് നെറുഭാഗത്തിനും അങ്ങനെ 20.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് നേരത്തെ വെട്ടിയപ്പം കണ്ടില്ലേനോ ഒരു കോമ്പട്ട്, ആ കോമ്പട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സ്ലീവിൽ. അപ്പോൾ കറക്റ്റായിട്ട് അതൊന്ന് വരച്ച് കൊടുത്ത ശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. നമ്മൾ ഇനി 19 ഇഞ്ചിക്ക് 1.5 ഇഞ്ച് കൂട്ടി 20.5 അടയാളപ്പെടുത്തുക. ഈ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്, അതായത് അര ഇഞ്ച് നമുക്ക് ഷോൾഡറിമേ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കാനും. ഇനി ഇതിൻ്റെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഈ ലൈനിങ്ങിൽ ആം ഹോൾ വെട്ടിയില്ല, അതിനെ കറക്റ്റായിട്ട് കർവ് ചെയ്ത് അടക്കുക. അപ്പോൾ 11 ഇഞ്ചാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10.5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതിന് അര ഇഞ്ച്, ആ 10.5ക്ക് അര ഇഞ്ച് നമ്മൾ ഇതിന് നടുഭാഗം ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് അര ഇഞ്ച് നമ്മൾ വിടണം. അങ്ങനെ 11 അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിനിങ്ങനെ ഒരു ചുളിവ് കണ്ടല്ലോ, ആ ഒരു കർവ് പോലെക്കണത് അതതിൻ്റെ വക്ക് ഭാഗമായിട്ടാണ്. അപ്പോൾ ആ വക്ക് ഭാഗം നമ്മളത് വെട്ടി ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആ ചുളിവ് നമുക്ക് ഡ്രസ്സിൽ അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ വക്ക് ചുളിഞ്ഞിക്കണം, ആ വക്കാണ്ട് വെട്ടി ഒഴിവാക്കി. ഇനി അയച്ചതിൻ്റെ ലെങ്ത്ത് 21.5 നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ആ അടയാളപ്പെടുത്തിയത് പോയി. ഇതൊക്കെ നമ്മൾ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ലീവിൽ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ വക്കിൽ ഒരു കാരണവശാലും തേര് ഭാഗം എപ്പോഴും കയ്യണവും വെട്ടി ഒഴിവാക്കണം. ആ തേര് ഭാഗത്തിനൊരു കട്ടിപ്പേക്കാരം. അപ്പോൾ ആ കട്ടിപ്പും ക്ലോത്തും തമ്മിൽ എപ്പോഴും ജോയിൻ്റ് ആയി വരില്ല. കാരണം അതിൻ്റെ ആ കട്ടിപ്പും ക്ലോത്ത് ലേസം ഇതുമായിരിക്കും, സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതിൽ അടയാളപ്പെടുത്തിയത് ആ 11 അടയാളപ്പെടുത്തി, ഒപ്പം തായ് ഭാഗത്തേക്ക് 3.5. ഇതെല്ലാ ഡ്രസ്സിനും കോമൺ ആയിക്കാരം. പിന്നെ ഈ സ്ലീവ് ശരിക്കും മനസ്സിലാക്കിക്കോളൂ, എങ്ങനെ അടയാളപ്പെടുത്തണമെന്നത് ശരിക്കും പറയുന്നുണ്ട് കേട്ടോ. ആദ്യം 1/2 ഇഞ്ച് അവിടെ കൊടുത്ത ശേഷം നേരെ ഈ രണ്ടിതും ഞാൻ ജോയിൻ ചെയ്ത് ഇനി ചെയ്യണത് ഇവിടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പുണ്ടല്ലോ അതവിടെ അടയാളപ്പെടുത്തി. അതിന് ശേഷം അതുവരെ എത്ര ഉണ്ട് നോക്കി. അപ്പോൾ 10 ആണുള്ളത്, 10ൻ്റെ പകുതി 5, 5-ൽ അടയാളപ്പെടുത്തി. ഇനി ആം ഹോൾ കർവിൻ്റെ ഉപകാരം കേട്ടോ കാണിച്ചാൽ, ഈ ആം ഹോൾ കർവ് ഇതിൽ കാണുന്ന പോലെ ഈ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തേക്ക് നേരെ വരച്ച് കൊടുക്കുക. അതേപോലെ തായ് ഭാഗത്തുനിന്നും ഈ അടയാളപ്പെടുത്തിയത് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ വരച്ചാൽ സ്ലീവിൻ്റെ കർവ് പെട്ടെന്ന് വരക്കാൻ കഴിയും. ഇത് ബിഗിനേഴ്സിനൊക്കെ നല്ല സുഖമാണ്. 5 ഇഞ്ചാണ് തയ്യൽ അടിഭാഗത്തെ ലൂസ്, അര ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ 6 ഇഞ്ച് 1 ഇഞ്ച് ലൂസും കൊടുത്തിട്ട് 7 ഇഞ്ചിലാണ് സ്ലീവ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ നെറുഭാഗം കണ്ടല്ലോ, ബിഗിനേഴ്സിന് ഏറ്റവും സുഖമായിട്ട് സ്ലീവ് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു വിദ്യയാണ് ഞാൻ അതിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ സ്ലീവൊക്കെ കൈകൊണ്ട് തന്നെ റഫായിട്ട് അങ്ങനെ വരക്കും, പക്ഷേ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് കട്ടിങ്ങും കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ നെക്കാണ്. നെക്ക് നമ്മൾ എയിമിലും കട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇനി അടുത്ത് നെക്ക് ക്യാൻവാസിലാണ് ചെയ്യാൻ പോണേ. ശ്രദ്ധിച്ച് നോക്കിക്കോളി. ക്യാൻവാസിൽ ഞാൻ ഇതുപോലെ പിൻ ചെയ്ത് മടക്കി കാട്ട് ക്യാൻവാസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാതെക്കാൻ വേണ്ടി. ഇനി കറക്റ്റായിട്ട് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ആ ലൈൻ ഇട്ടത് ക്യാൻവാസ് നമുക്ക് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ചെയ്യണ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 5.5 ഇഞ്ചും നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 5 ഇഞ്ചുമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ 5.5 ഇഞ്ച് ക്യാൻവാസിൽ അടയാളപ്പെടുത്തുന്ന സമയത്ത് നെക്ക് 5.5 ഇഞ്ച് 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. അതിനൊരു കാരണം എന്താ വെച്ചാൽ ക്യാൻവാസിൽ 1/2 ഇഞ്ച് ഷോൾഡർ മേൽ പോവും. നേരെ മറിച്ച് ക്ലോത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് അടിഭാഗത്തേക്ക് അടിച്ചുന്ന സമയത്ത് വരും. ഇത് കൃത്യമായിട്ടാണ് അടി വരെ ക്യാൻവാസിലും ക്ലോത്ത് നേരെ ലൈനിങ്ങിലും. നെക്ക് അടയാളപ്പെടുത്തുന്ന സമയത്ത് അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം മനസ്സിലായല്ലോ, ലൈനിങ്ങിൽ അടയാളപ്പെടുത്തണോ ഈ ക്യാൻവാസിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി അത് ഞാൻ റൗണ്ടാണ് നെക്ക് വരുന്നത്. അപ്പോൾ കണ്ടല്ലോ, അതും ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ എല്ലാ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിഗിനേഴ്സിന് ഈ ഒരു ടൂൾ ഉണ്ടായാൽ നല്ല സുഖമായിട്ട് അടയാളപ്പെടുത്തിട്ടോ. ഇനി നേരെ തിരിച്ച് പുറത്തേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് വരച്ചു കൊടുത്തിട്ട് നേരെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതിൽ ഇത്രയും ഞാൻ വിശദമായിട്ട് പറയണത്, ഈ വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്. കാരണം ഒരാൾക്ക് ചുരിദാർ ഈ ഒരു വീഡിയോ കഴിയുന്നതോട് കൂടി ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വിശദമായിട്ട് ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടും ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ നെറുഭാഗത്ത് ഒരു നോച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ച് താത്തിയിട്ട് നെറുഭാഗത്ത് 1/2 ഇഞ്ച് നിർത്തിയിട്ടാണ് ഞാനിതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലോത്തേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ വിടർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചിരുന്നത്. ഇനി സാധാരണ ബാക്ക്
ആരും വല്ലാതെ ക്യാൻവാസിൽ വെട്ടില്ല. അപ്പോൾ ഇത് സോഫ്റ്റായ ക്ലോത്ത് ആയതുകൊണ്ടും വൃത്തിക്കും ഫിനിഷിങ്ങിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ബാക്ക് നെക്കും ക്യാൻവാസിൽ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അല്ല 2.5 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് 3.25 ഇഞ്ചിൽ നെക്കിൻ്റെ വിടുത്തുമാണ് ഇതിൽ അടയാളപ്പെടുത്തുന്നത്. ബാക്ക് റൗണ്ട് നെക്ക് തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ റഫായിട്ട് സാധാരണ കൈകൊണ്ട് വരക്കലാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ആം ഹോൾ കർവ് വെച്ച് കാണിച്ചു തന്നിട്ട് പുറത്തു കൂടെ നേരെ 1 ഇഞ്ചിൽ തന്നെ തയ്യൽ തുമ്പ് പോലെ ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് മടക്കിയെടുക്കാനുള്ള 1 ഇഞ്ചിൽ തന്നെ ഇട്ടിട്ട് അത് നേരെ കട്ട് ചെയ്തെടുത്ത് നേരത്തെ എങ്ങനെയാണോ ഫ്രണ്ട് പീസ് കാണിച്ചത് അതേപോലെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കട്ടോ. എനിക്കറിയുന്ന ഡൗട്ടൊക്കെ ഞാൻ തീർത്തരും. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ സെറ്റായി. ഇനി ഇത് ക്ലോത്ത്ക്ക് അയൺ ചെയ്തെടുക്കണം. ഇപ്പോൾ അത് അയൺ ചെയ്തെടുത്തതാണ് കേട്ടോ. സൈഡും വക്കൊക്കെ ഞാൻ മടക്കിയിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റിച്ചിങ് ആണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്ലോത്തിൻ്റെ നൂലാണ്. നൂല് കറക്റ്റ് ആണോ എന്നുള്ളത് നന്നായി ചെക്ക് ചെയ്യണം. ഇതിനെ മാറ്റി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡുമാണ്. ലൈറ്റ് ഷെയ്ഡൊക്കെ പോകുമ്പോൾ അത് ക്ലോത്തിൽ നന്നായി എടുത്ത് കാണിക്കും. അപ്പോൾ ഏതൊരു ക്ലോത്തൊക്കെ നമുക്ക് നൂല് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒന്നും കൂടിയുള്ള ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്. ആദ്യം ഈ നെക്കിൻ്റെ സൈഡ് ഭാഗം നമ്മൾ അയൺ ചെയ്ത് കൊടുത്തണമല്ലോ, അത് ജസ്റ്റ് ഒരൊറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബാക്കും ഫ്രണ്ടും ഒരേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിനിടയിൽ മെഷീൻ്റെ ലൈറ്റ് ഓണായി ഞങ്ങൾക്ക് കാണൂല, അതാണ് ആ ലൈറ്റ് ഇങ്ങനെ ഓഫ് ആക്കണത് കേട്ടോ. അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി ആദ്യം എടുക്കേണ്ടത് ഫ്രണ്ട് ഭാഗം എടുക്കുക. എന്നിട്ട് ആ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗം മുകൾക്ക് വരുന്ന പോലെ വെക്കണം കേട്ടോ. എന്നിട്ട് ലൈനിങ് നേരെ താഴ് ഭാഗത്ത് വെക്കണം. അതിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാളത് വരച്ചിട്ടുള്ളൂ, ഇനി കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതിൽ കാണിക്കണ പോലെ ആ ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഫ്രണ്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് അതിന് ശേഷം ലൈനിങ് നിർത്തി വെച്ച് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ലൈനിങ് മെഷീൻമേൽ നിർത്തിയിട്ട് കേട്ടോ. എന്നിട്ട് മെയിൻ ക്ലോത്തും അതേപോലെ നേരെ എടുത്തിട്ട് അതിലോട്ട് നിർത്തിയിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല കൃത്യമായിട്ട് നമ്മൾ വെക്കണേ. ഇതിൽ കാണിക്കണ പോലെ തന്നെ ലൈനിങ്ങും ഇതൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ. കാരണം ലൈനിങ്ങുമ്മൽ മെയിൻ ക്ലോത്തുമ്മൽ നമ്മൾ ബാക്ക് നെക്കാണ്, ബാക്കിൻ്റെ ആം ഹോളാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. 2 ആം ഹോളിൻ്റെ അവിടെ നെറുഭാഗം പിൻ ചെയ്യുക. അതിന് ശേഷം ഫ്രണ്ടിൻ്റെ നെക്ക് എടുത്തിട്ട് അതിന്മേൽ വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ പിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്രണ്ടിൻ്റെ ഇതിമേലിട്ട നോച്ചും ക്ലോത്തുമ്മലിട്ട നോച്ചും ഒരേ ലെവലിൽ വരുന്ന കോലത്തിൽ വെച്ചിട്ട് അത് പിൻ ചെയ്തെടുക്കണം. ഈ പിൻ ചെയ്യണ എന്തിനാണെന്ന് ചോദിച്ചാൽ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ക്ലോത്തുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതെക്കാൻ, നീങ്ങിപ്പോയാൽ അതിൻ്റെ ഫിനിഷിങ്ങും പോവും, അത് വിലങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതിൽ കാണിച്ച പോലെ കൃത്യമായിട്ട് ആ അരിക് ചേർത്ത് സ്റ്റിച്ച് ക്യാൻവാസുമൊക്കെ കയറാനും പാടില്ല, തോനെ ഇറങ്ങി പോകാനും പാടില്ല. ആ ക്യാൻവാസ് എവിടെയാണോ കട്ട് ചെയ്തത് കറക്റ്റ് അതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം പിന്നുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് നേരെ കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ഇതിൻ്റെ ഈ നടുഭാഗം കുറച്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി, ഒരു 4 ഇഞ്ച്. അതിന് ശേഷം അതിലൊക്കെ ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കുക. അത് നമുക്കൊന്ന് വളഞ്ഞ് കിട്ടാനാണ്. അതിന് ശേഷം തയ്യൽ തുമ്പും അതേപോലെ തന്നെ നമ്മൾ ക്യാൻവാസ് ഇട്ട പീസും ഒരേ ഭാഗത്തേക്ക് മടക്കിയിട്ട് അതിലൊരു പ്രസ്സടി കൊടുക്കുക. ആ പ്രസ്സടി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫിനിഷിങ് കിട്ടാനാണ് കേട്ടോ. ആ പ്രസ്സടി കൊടുത്താൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും ഡ്രസ്സിന്. പിന്നെ ശരിക്കും മുകളിൽ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്നാലും ഇതിനൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഫിനിഷിങ്. ഇത് ശരിക്കും ഇതാണ്ട് അയൺ ചെയ്ത് കൊടുത്താൽ തന്നെ ഫിനിഷിങ് ആയി. എന്നിട്ട് താഴ് ഭാഗത്തുള്ള നമ്മൾ തുന്നി കൊടുത്താൽ മതി. അപ്പോൾ തുന്നി കൊടുക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൽക്കാലം ഇതിമ്മ കൂടെ ഒരു 1/2 ഇഞ്ച് ആ ചവിട്ടിൻ്റെ വീതിക്ക് ഒരു പ്രസ്സടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ലൈനിങ്ങിൻ്റെ തുണിയും മെയിൻ ക്ലോത്തും തമ്മിൽ നിർത്തി വെക്കുക. അപ്പോൾ കണ്ടല്ലോ, എന്നിട്ട് ഈ ഇത് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത തുണി നേരെ ലൈനിങ്ങുമ്മ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ആ തുണി ക്ലോത്ത് അതിന്മേൽ അറ്റാച്ച് ആവുകയും ചെയ്യുന്ന മെയിൻ ക്ലോത്തുമൊക്കെ അതിൻ്റെ സ്റ്റിച്ച് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അതേപോലെ തന്നെ ബാക്ക് ഭാഗം ഒരേപോലെ നോച്ചും തമ്മിൽ കറക്റ്റായിട്ട് നോച്ചും തമ്മിൽ വെക്കട്ടോ. ലൈനിങ്ങും മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് മേലേക്ക് വെച്ചിട്ടുള്ളത്. കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അതേപോലെ ബാക്ക് പീസിൻ്റെ നോച്ചും ബാക്ക് നെക്കിൻ്റെ നോച്ചും ഈ നോച്ചും തമ്മിൽ ഒരേപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഈ പിൻ ചെയ്യുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഒന്നും ചെയ്യാതെ തന്നെ ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് ബിഗിനേഴ്സിനും വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയണത്.
എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ അരിക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം അതിന്മേലെ പിന്നൊക്കെ ഒഴിവാക്കി അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ കാണിക്കണ പോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യണം. ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ നോച്ചിട്ട് കൊടുക്കുകയും ചെയ്യണേ. ഇതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്പീഡിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറയുന്നുണ്ട്. അതേപോലെ ചെയ്യട്ടോ. ഇത് നേരത്തെ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ പ്രസ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രസ് അടി അടിക്കുമ്പോൾ അടിയിലുള്ള തയ്യൽ തുമ്പും അതേപോലെ ഈ തൊട്ടിച്ചതും ഒരു പോണ വരണം കേട്ടോ. ഒരേ ഭാഗത്തേക്ക് വരണം, ഉൾഭാഗത്തേക്ക് ഇട്ടിട്ടാണ് പ്രസ് കൊടുക്കേണ്ടത്. നല്ല തുണിമക്ക് കൊടുക്കരുത്. ഇനി അടുത്തത് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇപ്പം ഇതിൽ കാണിച്ച പോലെ ഇങ്ങനെ നീർത്തി വെച്ച ശേഷം നല്ല ഭാഗം വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ തായ് ഭാഗത്തേക്കാക്കി ബാക്കും ഫ്രണ്ടും നല്ല ഭാഗവും തമ്മിൽ ഫേസ് ചെയ്ത പോലെ വെച്ചിട്ട് ഈ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ അവിടെ വെക്കുക ക്ലോത്ത്. ഇത് മടക്കി കൊടുക്കാത്തത് നമുക്ക് തെറ്റി പോകാതെക്കാനാണ്. എന്നിട്ട് അവിടുന്ന് ആദ്യം നേരെ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പറയണത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കാണിച്ചു തരുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒക്കെ വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ബാക്ക് പീസ് അങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊന്നുകൂടി മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഷോൾഡർ ഫിനിഷിംഗ് ആയി കിട്ടി. ഇതിൻ്റെ വക്ക് ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കണം, വക്ക് ഭാഗം. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിലോട്ട് നിൽക്കും. അതിന് ശേഷം അതിനെന്തെങ്കിലും ചെറുതായിട്ട് അത് ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഈ സ്റ്റിച്ചിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തപ്പോൾ കൊടുത്തിട്ടില്ല, ഇനി അത് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. അതാണ് വെട്ടി ഒഴിവാക്കിയത്. അതേപോലെ 2 ഷോൾഡറും ഒരു പോണ ചെയ്യാം. ഇപ്പോൾ 2 ഷോൾഡറും ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനി വേണ്ടത് ഒരു പ്രസ് അടി കൊടുക്കണം. നെറു കൂടെ കാണിച്ചാൽ ഷോൾഡർ കൂടെ കൊടുത്തിട്ട് ബാക്ക് നെക്ക് കൊടുത്തിട്ട് അതേപോലെ അടുത്ത ഷോൾഡർക്ക് ജോയിൻ ചെയ്ത് എടുക്കുക. ഇനി വേണ്ടത് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ലൈനിങ് ചെയ്ത പോലെ, ഫ്രണ്ട് ലൈനിങ് ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് അതേപോലെ ബാക്കിൻ്റെ നെക്കിൻ്റെ ക്യാൻവാസ് പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യാണ്. ചിലവരത് ഫാബ്രിക് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കാറുണ്ട്, ചിലവരത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. രണ്ടും എളുപ്പപ്പണി തന്നെയാണ്. ഗ്ലൂ ഇട്ട് ഒട്ടിച്ചാൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പിടിച്ചൊന്നും വേണ്ട, നേരെ ടേബിൾ മേൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ സ്ലീവാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ആദ്യം സ്ലീവിന് 2 ജോയിൻ്റ് ഉണ്ട് നടുഭാഗത്ത്. അത് 2 സ്ലീവിൻ്റെയും തമ്മിൽ നമ്മൾ ആ ജോയിൻ്റ് മറച്ചിട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. സ്ലീവ് തമ്മിൽ ആദ്യം മറച്ചിടണം. നല്ല ഭാഗവും ഫേസ് ചെയ്യണ കോലത്തിൽ വെച്ചിട്ട് ഈ സൈഡ് ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ആദ്യം. ഇതിൽ കാണിക്കണ പോലെ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നൂല് പൊട്ടി പോകുന്നുണ്ട്, അതാണ് ശരിയാക്കണത് മെഷീനിൽ. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്ത ശേഷം തായ് ഭാഗം മടക്കി അടിക്കാൻ നമ്മൾ 1 ഇഞ്ചാണ് വെട്ടീന്. 1/2 ഇഞ്ച് ആദ്യം ഉള്ളൊക്കെ മടക്കിയിട്ട് അതിന് ശേഷം 1/2 ഇഞ്ചും കൂടി മടക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം കയ്യിൻ്റെ ഷോൾഡറിൽ വരുന്ന ജോയിൻറ്റും കയ്യുമ്മൽ വരുന്ന നടുക്ക് വരുന്ന ആ ജോയിൻറ്റും തമ്മിൽ കൃത്യമായിട്ട് വെക്കണം. അത് കറക്റ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ തായ് ഭാഗത്തേക്ക് നേരിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ തായ് ഭാഗത്ത് നിന്ന് തന്നെ തിരിച്ചിങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുക. പതുക്കെ വെച്ച് കൊടുത്തിട്ട് വളച്ച് വെച്ച് കൊടുത്തിട്ട് അതേപോലെ പിന്നെയും അവിടുന്ന് തായ് ഭാഗത്ത് നെറൂക്കനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം സ്റ്റിച്ചിന് 2 സ്റ്റിച്ച് വെക്കും. നമ്മളെപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണ ഏത് ഡ്രസ്സാണെങ്കിലും ഡബിൾ സ്റ്റിച്ചിടണം. അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഓപ്പണിനൊരു നോച്ചിട്ടുണ്ടല്ലോ, അതുവരെ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് സൈഡ് ജോയിൻ ചെയ്യുക. ആദ്യം സ്ലീവിൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നേരെ സൈഡ് ജോയിൻ ചെയ്തിട്ട് അവിടെ തായ് ഭാഗത്ത് ഒരു ഡബിൾ സ്റ്റിച്ചിടണം. ഡബിൾ സ്റ്റിച്ച് ഇടുമ്പോൾ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ പറ്റില്ല. കറക്റ്റ് ആ സ്റ്റിച്ച് ഒരേ സ്റ്റിച്ച് മേലെ തന്നെ വീഴണം കേട്ടോ, അല്ലാഞ്ഞാൽ ഓപ്പൺ റെഡി ആവില്ല. അതിന് ശേഷം ഇത് കൃത്യമായി കേട്ടോളൂ. നമ്മളൊരു ഫിനിഷിങ്ങിൻ്റെ ഭാഗമാണ്, നല്ല ഭാഗത്തേക്കാണ് അടിക്ക് നല്ല ഭാഗം ലൈനിങ് എങ്ങനെയാണ് മടക്കിയടിക്കുക എന്നുള്ളത്. ചിലവരൊക്കെ ഇതുപോലെ പുറത്തേക്ക് തന്നെയാണ് മടക്കിയെടുക്കുക. ഇതുപോലെ ഉള്ളിലേക്കാണ് നമ്മൾ ലൈനിങ് മടക്കി അടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നല്ല ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ലൈനിങ് നല്ല ഭാഗത്തേക്കും നല്ല ക്ലോത്ത് ചീത്ത ഭാഗത്തേക്കും അങ്ങനെയാണ് ലൈനിങ് മടക്കി അടിക്കേണ്ടത്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ലൈനിങ് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നമുക്ക് ആ ഡ്രസ്സിന് കിട്ടുക കേട്ടോ. ഈ ചെറിയ പൊടിക്കൈകളൊക്കെ ഇത് ഡ്രസ്സിൻ്റെ ഫിനിഷിങ്ങിന് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഓപ്പൺ മടക്കി അടിക്കുകയാണ് കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ 1 ഇഞ്ചാണ് ഓപ്പണിന് തയ്യൽ തുമ്പിട്ട് 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നെ 1/2 ഇഞ്ചും മടക്കുക. എന്നിട്ട് നേരെ
മെഷീനിൽ വെച്ചിട്ട് നല്ല പതുക്കെ പിടിച്ചിട്ട് നല്ല ലൈനിങ്ങും അതിന്മേൽ കൂട്ടിയിട്ട് കറക്റ്റായി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം. കാരണം ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നും ലൈനിങ്ങിൽ വെക്കരുത്. കണ്ടല്ലോ, ഇതിൽ കാണിക്കണ പോലെ ഞാൻ സാവധാനമാണ് ഞാൻ സ്പീഡ് ലാപ്പിലൊന്നും ഇട്ടിട്ടില്ല. കാരണം നിങ്ങൾക്ക് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ അടിച്ച് നിർത്തി കൊടുത്തെത്തുമല്ലോ ഷേപ്പ്, അവിടെ നിർത്തിയിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് അടിച്ചിട്ട് ഒന്ന് സൂചി കുത്തി നിർത്തി നേരെ എതിർഭാഗത്തേക്ക് തിരിച്ചെടുത്തിട്ട് അങ്ങേ സൈഡിലുള്ള ഓപ്പണും ഒന്ന് മടക്കി വെച്ച ശേഷം അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ശേഷം നേരെ മെഷീൻ കുത്തി നിർത്തി ക്ലോത്ത് തിരിച്ച ശേഷം തായ് ഭാഗത്തേക്ക് അതേപോലെ ഓപ്പൺ ഒരു മടക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് പോരും കേട്ടോ. ഇനി ഓപ്പണൊക്കെ അങ്ങനെ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ട്രിക്കുകളുണ്ട്. അതൊക്കെ ഇനി അടുത്ത് വരുന്ന ഓരോരോ വീഡിയോസിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ എന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം. ഇപ്പോൾ ഇത് ഫുൾ അടിച്ച് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം ഫിനിഷിംഗ് അല്ല. അപ്പോൾ ബാക്കിൽ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് തായ് ഭാഗത്തിട്ടില്ലേ, അതവിടെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുക. അതോടുകൂടി ഈ ചുരിദാറിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു പ്രസ് അടി കൊടുക്കാണ്ട് ഈ ഓപ്പൺ ഒന്ന് പിളർന്ന് ഇങ്ങനെ നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രസ് അടി കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രസ് അടി നേരെ നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങണം. എന്നാൽ പിന്നെ ബാക്കും നമുക്ക് ഫിനിഷിങ് ചെയ്ത് ഒറ്റയടിക്ക് എടുക്കുക. കാരണം ഫ്രണ്ട് ഫിനിഷിംഗ് ആണ് ആദ്യം. അപ്പോൾ ഇതിൽ കാണിച്ചില്ലേ, ഇതാണ് കേട്ടോ. അതോടുകൂടി ഈ ചുരിദാറിൻ്റെ ഫുള്ള് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണിക്കണ പോലെ ഇതാണ് നെക്ക്. കണ്ടല്ലോ, ബാക്ക് നെക്കിലും നമുക്ക് ആ ഫ്രണ്ട് നെക്കിൻ്റെ പീസ് വെച്ചുകൊണ്ട് ക്യാൻവാസ് വെച്ചുകൊണ്ട് ആ പീസ് അങ്ങനെ കാണാനായത് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ തായ് ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട്. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആര്യവർക്കിൻ്റെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിൻ്റെ അടിയിലെ വർക്ക് ഫുള്ള് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. കണ്ടല്ലോ, ഇതാണ് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോയിൽ ചുരിദാർ ടോപ്പിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടോലൊന്ന് കമൻറ്റ് ചെയ്യണേ.